ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസത്തേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നൊരു എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം കേട്ടോ. നമുക്കിങ്ങനെ ഒരു വയസ്സോടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് എടുത്ത പള്ളിയിൽ പോയിട്ട് വന്നു രാവിലെ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ചുമ്മാ കാണിക്കാം. ഈ ചെടികൾ നല്ല പൂവാണ് കേട്ടോ. പേരൊന്നൊരു പിടിയില്ല. നല്ല അടിപൊളി പൂവുണ്ടാകുന്ന ചെടിയാണ്. നല്ല ചെടി കേട്ടോ. നമുക്കൊരു ചെടി കിട്ടിയിട്ടുണ്ട് അടിപൊളി കേട്ടോ. നടണം. ഇന്ന് ഞാൻ ലീവാണ്, അപ്പോൾ ഇന്ന് നടണം. പിന്നെ നമ്മൾ വാങ്ങിയ ഗാർലിക് വൈൻ എന്ന് പറഞ്ഞ ചെടിയാണ്. 2 വാങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളി ചെടി നല്ല പൂവാണ് കേട്ടോ. നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ കാണിക്കപ്പോൾ ഈ പൂവുണ്ടോ, ഓർക്കിഡാണ്. അടിപൊളിയാണ്. നമ്മുടെ അടുത്ത് കുറേ ഉണ്ട്. ഉണ്ടോ, കളർ കുറേ ഉണ്ട്. മഞ്ഞ കളർ ഉണ്ടായിരുന്നൊരു വീട്ടിൽ ഞാൻ കണ്ടത്. മീൻസ് നമ്മളിവിടെ നട്ടിട്ടുണ്ട്. മഞ്ഞ നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. ആന്തൂരം കണ്ടോ. 1 2 3 4 5 6 7 പൂവുണ്ടാകുന്നു. ഇത് കണ്ടോ, ഇത് 2 പിള്ളേർ കണ്ടോ, നമ്മുടെ ആ ചേട്ടായുടെ പിള്ളേരാണ്. പൊന്നി ആൻഡ് ചിന്നു. പൊന്നിയെ പേര് പറഞ്ഞ എന്നാ പഠിക്കുന്നത്, എത്രയാണ് പഠിക്കുന്നത് പറഞ്ഞ പൊന്നി? പൊന്നിയുടെ ശരിക്കുള്ള ചിന്നാപ്പിയുടെ ശരിക്കുള്ള പേരെന്നാ? ഇവാനി. പൊന്നിയുടെയോ? എമിലി. പൊന്നി എത്ര പഠിക്കുന്നത്? പഠിക്കുന്നുണ്ടോ? എവിടെ പഠിക്കുന്നത്? ഏത് സ്കൂളിൻ്റെ പേരെന്നാ? സ്കൂളിൻ്റെ പേരെന്നാ? ചിന്നാപ്പിയോ? LKG. സ്കൂളാ പേരെന്നാ? ലിറ്റിൽ ഫ്ലവറാ? ആരാ പഠിപ്പിക്കുന്ന? ടീച്ചറിൻ്റെ പേരറിയോ? ചിന്നാപ്പിയുടെയോ? അറിയത്തില്ല. കുഴപ്പമില്ല കേട്ടോ, നാളെ ചോദിക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടായുടെ പിള്ളേരാണ് കേട്ടോ. അവരിപ്പോൾ താഴേക്ക് വന്നപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളൊരു സൂത്രം കാണിക്കാവേ. എന്താണെന്ന് വെച്ചാൽ ഒരു പുല്ലലൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനം. ഒരു സെക്കൻഡ്. ഇതുണ്ടോ, ഇത് അടിപൊളിയല്ലേ? ഇതുണ്ടോ, ഇത് പ്രകൃതി കണ്ടോ. പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. മനുഷ്യർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടോ, പ്രത്യേക സാധനമാണ്. അടിപൊളി ലുക്കല്ലേ. എന്താ പിള്ളേർക്കൊക്കെ ഒരു രസമാണ്. പറിക്കുകയാണ് കണ്ണി വെക്കാൻ വേണ്ടി, തണുപ്പാക്കാൻ നല്ല രസമാണ്. ഉണ്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നട്ട ചെടിയുടെ ഒരു അപ്ഡേറ്റ് തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടി നട്ടില്ലേ, ഇല്ല കേട്ടോ. 10 മണി വരെ നട്ടിട്ടുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ 4 മണിയുണ്ടോ, പൂവില്ല. എല്ലാം മഴ, ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മൾ മറ്റേ ചെടി, കുപ്പി നട്ട ചെടി ഉണ്ടോ, കുപ്പി നട്ട ചെടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു 5-8 കുപ്പി നട്ടല്ലേ, എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ലീവാണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ ഓഫീസിൽ GST കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറുകൾ പോയിട്ടൊന്ന് എൻ്റെ അടുത്ത് ഓഫീസിൽ ഒട്ടിക്കാൻ വേണ്ടി നാളെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ വേറൊരു ആന്തൂരത്തിൻ്റെ പൂ. നമ്മൾ എത്ര എണ്ണം എടുത്ത് ഞാൻ ഓർക്കുന്നില്ല. ആന്തൂരത്തിൻ്റെ പൂ ഇതുണ്ടോ, ഇതൊരു ആന്തൂരത്തിൻ്റെ പൂ, ആന്തൂരത്തിൻ്റെ പൂ, ഇതൊരു ആന്തൂരത്തിൻ്റെ പൂ. പണ്ട് കുറച്ചാൾ മുമ്പൊക്കെ ഇതിന് 10-40 രൂപ 50 രൂപ അങ്ങനെ കിട്ടുമായിരുന്നു ഒരു പൂവിന്. ഇപ്പോഴെത്ര ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ തന്നെ ഇപ്പം തന്നെ ഒരു 5-10-15 പൂവുണ്ട് ആന്തൂരത്തിൻ്റെ പൂ. പിന്നെ നമ്മുടെ കോവൽ നട്ടത് എന്താണെന്നറിയില്ല. കോവൽ നമ്മൾ കോവൽ നട്ടത് കിളുക്കാൻ തുടങ്ങിയോ? ആ കിളിപ്പ് വന്ന് തുടങ്ങി കേട്ടോ. ഉണ്ടോ, ഉണ്ടോ, ചെറിയ കിളിപ്പ് വന്ന് തുടങ്ങി കേട്ടോ. ഉണ്ടോ, കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെടുത്ത് പയറുവിത്ത് നട്ടായിരുന്നു. പയറുവിത്ത് കിളുത്ത് വരുന്നുണ്ട്. പയറുവിത്ത് കിളുക്കുന്നുണ്ട് കേട്ടോ. ഇത് മഴയുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും കിളുത്ത് വരുന്നുണ്ട് സാധനം. ഓക്കെ. നമ്മുടെ ഇതെല്ലാം പന്തലെല്ലാം നമ്മൾ സൂപ്പറാക്കി. തേങ്ങ പറിച്ചപ്പോൾ എല്ലാം പോയായിരുന്നു. നമ്മളിപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. പറവനുണ്ടോ. ഇങ്ങനൊരു കാര്യം കാണിക്കാനുള്ള നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിളിക്കൂട് വെച്ചത്. പിന്നെ മഴ ചെയ്തപ്പോൾ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇത് മൊത്തം പോയാന്നറിയില്ല. മുട്ടയെല്ലാം ചിലപ്പോൾ ഇതായിട്ടുണ്ടാവും അതിൻ്റെ അകത്തുള്ളത്. മുട്ട കുളമായി കേട്ടോ. കുഴപ്പമില്ല, ഉണങ്ങുമ്പോൾ ശരിയാവും. കുറച്ച് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. നമ്മൾ വെച്ചതല്ലേ, കിളി വെച്ചെങ്കിൽ കറക്റ്റായിട്ട് വെച്ചാണ്. നമ്മൾ വെച്ചപ്പം പക്കയായിട്ടില്ല. ഇത് വേറെ ആന്തൂരത്തിൻ്റെ പൂ കേട്ടോ. ഇത് കുറേ ചെടിയാക്കണം. ഇത് പിന്നെ ഓർക്കിഡിൻ്റെ വേറൊരു കളറാണ് കേട്ടോ. ഇത്ര കളർ, ഇത് 3-4 കളറുണ്ട്. വെള്ളയുണ്ട് നമ്മുടെ അടുത്ത് കേട്ടോ. ഇത് കണ്ടോ, ഇത് പിന്നെ അവക്കാഡോൻ്റെ തയ്യാണ്. നമ്മൾ കുരുനാട്ടിൽ കൊടുത്ത് വന്ന അവക്കാഡോ. നമുക്കുണ്ടാകും നമ്മുടെ തക്കാളി
കായ ഉണ്ടാക്കുന്നുണ്ട് തക്കാളിയിൽ. ഇത്തിരി നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ പല കളറുണ്ട് കേട്ടോ. കുറേ പൂവുണ്ട്. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, കുറേ കളറുണ്ട്. ഇത് തന്നെ നമ്മുടെ വേറൊരു കളറുണ്ട്, വെള്ള കളറുണ്ട്. പിന്നെ ഇതുണ്ട് സൂര്യകാന്തിയുടെ കാട്ടു സൂര്യകാന്തി എന്ന് പറയും. സാധനത്തിൻ്റെ പൂവുണ്ട്, കുറേ പൂവുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. എല്ലാം നമ്മുടെ കയ്യിലുള്ള സ്ഥിരമുള്ള. പിന്നെ സീനിയ ഉണ്ട്, കട്ട സീനിയ. ഇതാണ് കേട്ടോ അനാറിൻ്റെ തൈ. നമ്മുടെ ഇത് അനാർ ഇത് പ്രാവശ്യം ഇതിൽ പൂവുണ്ടായതാണ്, ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇതിലുണ്ടായിട്ട് കായ്ച്ചതായിരുന്നു, പക്ഷേ പിടിച്ചില്ല കഴിഞ്ഞുള്ള. ഈ കൊല്ലം പിടിക്കുമായിരിക്കും. ഉണ്ടോ കാട്ടു സൂര്യകാന്തി പൂവുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടം പൊടി പൂവായിട്ടോ. വേറെ ടൈപ്പ് ചെടിയുണ്ട്, പേരറിയത്തില്ല, നല്ല ചെടിയാണ്. റോസയൊക്കെ പൂത്തേക്കുന്ന. പിന്നെ വേറൊരു സ്പെഷ്യൽ ചെടിയാൽ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള പൂവ് കേട്ടോ. പിന്നെ ഇത് പിന്നെ കോളമ്പി ചെടി. പുതിയ തരത്തിലുള്ളൊരു തക്കാളി കൃഷി കേട്ടോ. കുപ്പിയുടെ അടിയിൽ തക്കാളി. അമ്മയുടെ പുതിയ എന്താ ചട്ടപ്പാണ് ഉണ്ട്. ഇവിടെ പറഞ്ഞ നല്ലതുണ്ട്. എന്താ പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ വീഡിയോ കണ്ടിട്ട് നടന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൈ കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ തൈയാണിത്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് പുതിയ ക്ലിപ്പുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. വരുമായിരിക്കും എന്ന് വിചാരിക്കണം. വന്നിട്ടില്ല, നിലവിൽ ക്ലിപ്പൊന്നും വന്നിട്ടില്ല. ചീഞ്ഞിട്ടുമില്ല. ചീഞ്ഞതാണ് നമ്മൾ അങ്ങോട്ടേക്ക് പറിച്ച് മാറ്റി കേട്ടോ. എന്തായാലും രക്ഷപ്പെടുമായിരിക്കും, നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു ബ്ലോഗിൽ കാണാം. അപ്പോൾ നല്ല ദിവസം. നമ്മുടെ ചാച്ചന് ഇല്ലാതെ അടുത്തടയ്ക്ക് ചാച്ചന് മരിച്ചിട്ടിപ്പോൾ 9 ദിവസം ആറായി. അച്ഛനുണ്ടായിരുന്ന പൈസ വെക്കുകയൊക്കെ ചെയ്യാനും പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പേജ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പം ഇഷ്ടമുള്ളവർ പേജ് ഫോളോ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.